പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഒരു റിയാക്ഷൻ വീഡിയോ ഡെമോ ലൈഫ് വീഡിയോ ഒന്നല്ല കേട്ടോ. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, അതിനു വേണ്ടിയാണ് വന്നത്. അപ്പം നിങ്ങളെല്ലാവരും അറിഞ്ഞാണല്ലോ, നമുക്ക് യൂട്യൂബ് ചാനലിൽ നിന്ന് ആദ്യത്തെ പേയ്മെൻറ്റ് കിട്ടി. അപ്പം നിങ്ങൾ ഓരോരുത്തരെയും സപ്പോർട്ടും സ്നേഹവും എന്താ പറയുക കരുതലും, പിന്നെ നമുക്ക് ഒത്തിരി പേര് സൂപ്പർ ചാറ്റ് ചെയ്തതും ഒത്തിരി കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമുക്ക് ആദ്യത്തെ പേയ്മെൻറ്റ് നമ്മളെ കൈകളിൽ എത്തിയതും. നമ്മളത് മേടിച്ചു. അപ്പോൾ എൻ്റെ 1.5 വർഷത്തെ കഷ്ടപ്പാടായിരുന്നു. ഫസ്റ്റ് പറയാനാണെങ്കിൽ എനിക്ക് ഈ യൂട്യൂബിൻ്റെ ആദ്യത്തെ പേയ്മെൻറ്റ് കിട്ടിയപ്പോൾ ഈ സന്തോഷം വന്നിട്ട് കണ്ണുനീര് വരുന്നതാണോ അതോ ഇനി എന്താ ഒന്നും അറിയത്തില്ല, വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. പെട്ടെന്ന് എനിക്ക് എന്താ ചെയ്യേണ്ട, സന്തോഷം കൊണ്ട് എനിക്ക് സത്യം പറയാമല്ല എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയത്തില്ല. പിന്നെ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും നിങ്ങളെല്ലാവരെയും കരുതലും സ്നേഹവും സപ്പോർട്ടും ഒക്കെ എനിക്ക് വേണം കേട്ടോ. കാരണം എല്ലാവരും വന്നിട്ട് എന്നെ കിളിയെ വിളിച്ചിട്ട് നമ്മൾ അത്രയും കിളിക്കൂടെ എന്ന് പറഞ്ഞ ചാനൽ അത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ. ഞാൻ ഓരോ ലൈവുകൾ വരുമ്പോഴായാലും ഒക്കെ വന്നിട്ട് ലൈവിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് എടുത്ത് പറയാതിരിക്കാൻ വയ്യ, നമ്മളെ കാർത്തിക എന്ന് പറയുന്ന കുട്ടി, നമ്മളെ അനു സിസ്റ്റർ, പവർ ബ്രോ, നമ്മളെ രാജി ചേച്ചി, പിന്നെ ലാലുമോ, പിന്നെ കുറച്ച് എനിക്ക് പേരറിയാത്ത കുറച്ച് ആൾക്കാർ, ഇവരെല്ലാവരും നമ്മളെ ലൈവിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് അവരെ കൊണ്ട് ഒക്കെ നമുക്ക് സൂപ്പർ ചാറ്റൊക്കെ ചെയ്ത് തന്നു. അപ്പോൾ അങ്ങനെ കിട്ടും നമുക്ക് പേയ്മെൻ്റൊക്കെ കിട്ടി. അപ്പോൾ അവരോട് താങ്ക് യു, എന്താ പറയുക, മനസ്സറിഞ്ഞ് നന്ദി പറയുകയാണ് കേട്ടോ നിങ്ങളൊക്കെ. പിന്നെ ഒരുപാട് പേര് ഉറക്കം ഒഴിഞ്ഞിരുന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ചേച്ചിമാരും ചേട്ടന്മാരും അനിയത്തിമാരും ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ 12 മണി വരെയൊക്കെ ലൈവ് ഇരിക്കുന്ന സമയത്ത് അവർ ഉറങ്ങാതെ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ചേച്ചിമാർ, ഒരാൾക്കാരെ പേരെടുത്ത് പോലും എനിക്ക് പറയാറില്ല, കാരണം ഒരുപാട് പേരുണ്ട്. അപ്പോൾ എല്ലാവരും പേര് പറയുകയാണെങ്കിൽ നമ്മളെ വീഡിയോ ഇതായിപ്പോൾ, കാരണം ഇത്രയും എന്താ പറയുക, ഇപ്പം നമുക്ക് അതിനോടൊപ്പം നമുക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 7K കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ പേയ്മെൻറ്റ് കിട്ടുന്നതിന് ഒരു 5-6 ദിവസത്തിന്, കുറച്ച് ദിവസത്തിന് മുമ്പാണ് നമുക്ക് 7K ആയത്. അപ്പോൾ 7 എന്നുള്ള 8, 9 അങ്ങനെ പോട്ടെ, നമ്മളെ ചാനൽ വളർന്ന് പോട്ടെ. നമ്മളെ എന്താ പറയുക, ഈ ഒരു ഫാമിലി, ഈ ഒരു കുടുംബത്തിലോട്ട് ഒരുപാട് അംഗങ്ങൾ വരണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഇനിയും തുടർന്ന് നിങ്ങളെല്ലാം നല്ലവരായ നിങ്ങളെ നല്ല മനസ്സുകൊണ്ട് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ, നീ എന്തോ കണ്ടിട്ടാ കൊച്ചേ ഇതിനകത്ത് കിടന്ന് കോലം കാണിക്കുന്നത്, മറ്റത് കാണിക്കുന്നത്, എന്നിട്ടൊക്കെ ഞാനത് ശ്രദ്ധിക്കാറോ എടുക്കാറോ ഒന്നുമില്ലായിരുന്നു കേട്ടോ. കാരണം നമുക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കൊപ്പം ഒരുപാട് പേര് സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു. അവരോടൊക്കെ ഒരുപാട് നന്ദിയും സ്നേഹവും കടപ്പാടും ഒക്കെ ഉണ്ട്. ഇനിയും നമ്മളെ ചാനലിൽ പുതിയതായിട്ട് ഒത്തിരി ആൾക്കാർ വരണം, എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ തന്നെ ഉണ്ടാവണം കേട്ടോ. പിന്നെന്താ പറയുക, എനിക്ക് സത്യം പറഞ്ഞാൽ ഒത്തിരി പേരോട് ഉള്ളൊരു മറുപടിയായിട്ട് ഞാൻ എൻ്റെ ഒരു ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ഒത്തിരി പേര് നമ്മളോട് മിണ്ടേ സഹകരിച്ചുകൊണ്ടൊക്കെ ഇരുന്നവർ പോലും നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം മിണ്ടാതെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് എന്താ കാരണങ്ങളെന്ന് പോലും അറിയത്തില്ല, എന്നിൽ നിന്ന് അവർ അകന്ന് പോകാനുള്ള കാരണം എന്താ, ഞാനൊരു ചാനൽ തുടങ്ങി എന്നത് മാത്രമാണ്. പിന്നെ എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്ക് 100% എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് താങ്ങും തണലുമായിട്ട് നിന്ന് ആരാന്ന് ചോദിച്ചാൽ എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. കാരണം എൻ്റെ ചേട്ടനില്ലെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ എത്തത്തില്ലായിരുന്നു. ഈ 1.5 വർഷത്തിനിടയിൽ കഷ്ടപ്പാടിൻ്റെ ഫലം എനിക്ക് കിട്ടിയപ്പോൾ സത്യം പറയാമല്ലോ, എൻ്റെ ചേട്ടനും എൻ്റെ 2 പൊന്നു മക്കളും പിന്നെ നമ്മളെ അച്ഛനും അമ്മയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് ഞാൻ ചാനൽ തുടങ്ങിയെന്നും പറഞ്ഞിട്ട് അവർക്കൊരു കുഴപ്പവും ഇല്ലായിരുന്നു കേട്ടോ. അവർക്ക് അങ്ങനെയൊന്നുമില്ല, അവരും എന്നെ സപ്പോർട്ട് ചെയ്തു. പക്ഷേ എനിക്ക് എന്താ പറയുക, എൻ്റെ ചേട്ടനില്ലെങ്കിൽ ഞാൻ ഇവിടെ എത്തത്തില്ലായിരുന്നു. അപ്പോൾ അതെനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ എന്താ പറയുക, ദൈവത്തിനോടും എന്നെ സപ്പോർട്ട് ചെയ്തവരോടും നന്ദി പറയുന്നതിനോടൊപ്പം തന്നെ എൻ്റെ ഹസ്ബൻഡായ എൻ്റെ മണിച്ചേട്ടനോടും ഞാൻ നന്ദി പറയും കേട്ടോ. മണിച്ചേട്ടനോടും എനിക്ക് സ്നേഹമാണ്, കാരണം ചേട്ടൻ്റെ സപ്പോർട്ടില്ലെങ്കിൽ നമുക്ക് ഇവിടെ എത്താൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ചാനൽ തുടങ്ങുന്നുണ്ടൊന്നും കുഴപ്പമൊന്നുമില്ലടേ, മുമ്പോട്ട് പോകാം. പക്ഷെ നമ്മളെ വീട്ടിലുള്ളവരും കൂടി നമ്മളെ ചേർത്ത് നിർത്തുമ്പോഴാണ്. ഫസ്റ്റൊക്കെ ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് ചേട്ടന് എന്താ പറയുക കോമഡി ഒന്നും ചെയ്യത്തില്ല, ചേട്ടനും ചെറിയ മടി. പിന്നെ ഞാൻ ചെയ്ത് തുടങ്ങി, എൻ്റെ കോമഡിയൊക്കെ കണ്ട് ചേട്ടനും കോമഡി ചെയ്യാൻ തുടങ്ങി. മക്കള് ആദ്യം മോള് ഡാൻസും കാര്യങ്ങളും ചെയ്ത്, മോൻ മടിച്ചിരുന്ന് മോൻ കോമഡിയും ഒക്കെ ചെയ്യാൻ വന്നിട്ട്. അപ്പം നമ്മൾ പിന്നെ എന്താ പറയുക, നമ്മളെ അച്ഛനും അമ്മയും വരുമ്പോൾ അവരെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുമായിരുന്നു. പക്ഷെ ഞങ്ങൾ ഫാമിലിയായിട്ട് ഞങ്ങൾ 4 പേരും ഡാൻസും കോമഡിയും എല്ലാം ചെയ്യും കേട്ടോ, ഞാനും എൻ്റെ ചേട്ടനും മക്കളും.
അപ്പം എനിക്ക് ഇപ്പം പറയാൻ ഇത്രയേ ഉള്ളൂ. എനിക്ക് എന്തിനും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന എൻ്റെ ചേട്ടനും എൻ്റെ 2 മക്കളും അവരെനിക്ക് എന്താ പറയേണ്ടതെന്ന് പോലും അറിയത്തില്ല. എനിക്ക് എന്ത് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാലും എൻ്റെ ചേട്ടന് അതിനെതിരെ നിൽക്കത്തില്ല കേട്ടോ. ചേട്ടൻ പറയാം അതിനെന്താ നമുക്കത് ചെയ്യാമെന്ന് പറയും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതെൻ്റെ ഒരു ബലമാണ് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുകയാണ്. നന്ദിയേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം എൻ്റെ ചേട്ടൻ എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾ ഓരോരുത്തരും നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഒരുപാട് സ്നേഹവും നന്ദിയും ഉണ്ട്. അപ്പം തുടർന്നും എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളിൽ ഒരാളായിട്ട് എന്താ പറയുക എന്നെ സ്നേഹിക്കണം. അതായത് ഞങ്ങളെ 4 പേര്, എന്നെ, എൻ്റെ മക്കളെയും എൻ്റെ ചേട്ടനെ നിങ്ങളൊരു വീട്ടിലെ കുടുംബാംഗങ്ങളെ പോലെ കണ്ട് നമ്മളെ സ്നേഹിക്കുക. മാക്സിമം എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങളെല്ലാവരും ഒന്ന് കാണണം. എന്താ പറയുക കാണണം, നമ്മളെ സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് താങ്ങിക്കൊണ്ട് പോകണം എന്ന് ഞാൻ പറയാൻ കാരണം ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ പിന്നെ ആദ്യമായിട്ട് തുടങ്ങുന്ന ആൾക്കാരോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. വീഡിയോ ഒരുപാട് ലോങ് ആയി പോകും, എന്നാലും ഞാൻ പറയാം. ഫസ്റ്റ് നമ്മൾ ചാനൽ തുടങ്ങി കഴിയുമ്പോൾ നമ്മളെ വീഡിയോ കുറച്ച് ആൾക്കാരൊക്കെ കാണത്തുള്ളൂ. ചിലപ്പോൾ 40 പേരോ ചിലപ്പോൾ 20 പേരോ. ഞാനൊക്കെ ചാനൽ തുടങ്ങിയപ്പോൾ 20 പേര് 40 പേരൊക്കെ 1.5 മാസത്തോളമൊക്കെ അത്ര പേരൊക്കെ കാണത്തുള്ളായിരുന്നു. അപ്പം നമ്മൾ കുറേ വീഡിയോ ഇടുന്ന വലിയ രീതിയിൽ ആരും കാണുന്നില്ല. അപ്പം നമ്മളെ മനസ്സൊക്കെ അങ്ങ് മടിക്കത്തില്ലേ, അയ്യോ ഇതെന്താ യൂട്യൂബ് നമ്മളെ വീഡിയോ കയറ്റുന്നില്ല, വേണ്ട എനിക്ക് പറ്റൂല എന്നൊക്കെ തോന്നും കേട്ടോ. അങ്ങനെ ഒന്നും തോന്നരുത്, മടിച്ച് നിൽക്കരുത്. ഇപ്പം നമ്മളൊരു ഡേ മൈ ലൈഫ് ഇട്ടാലും നമ്മളൊരു എന്താ പറയുക ഷോർട്സ് ഇട്ടാലും എന്തിട്ടാലും ചിലപ്പോൾ നമ്മളെ വീഡിയോ ഒരു 5 6 അല്ലെങ്കിൽ 10 20 പേരൊക്കെ ആയിരിക്കും കാണുന്നത്. അപ്പോൾ എൻ്റെ ലോങ് വീഡിയോ അതായത് ഡേ മൈ ലൈഫ് 20 പേര് 40 പേര് എടുത്ത സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. ആ സമയത്ത് ഞാൻ തളർന്നിരുന്നിട്ടില്ല. കാരണം ഞാൻ ചിന്തിക്കും പിന്നെ എന്നാലും ഒരു ദിവസം എൻ്റെ ഈ കഷ്ടപ്പാടിനുള്ള പ്രതിഫലം എനിക്ക് കിട്ടും, യൂട്യൂബ് എന്നെ ഇതാക്കും എന്നൊക്കെ ഉള്ളൊരു ഉറച്ച മനസ്സിലാട്ടോ ഞാൻ മുമ്പോട്ട് പോയത്. പിന്നെ ഒരുപാട് പേര് ഇപ്പം 100 പേരുണ്ടെങ്കിൽ 80 പേര് എന്നെ തളർത്താൻ നോക്കിയിട്ടുണ്ട്. ബാക്കി 100% 80% തളർത്താൻ നോക്കിയ ആൾക്കാരും 20% എന്നെ ചേർത്ത് നിർത്താൻ നോക്കിയ ആൾക്കാരുമാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ ചാനൽ തുടങ്ങുന്ന പുതിയതായിട്ടുള്ളവരോട് ഞാനൊരു കാര്യം പറയാം. നെഗറ്റീവ് പറയുന്നവരെ നമ്മൾ മൈൻഡ് ചെയ്യരുത്, പോസിറ്റീവ് പറയുന്നവരെ നമ്മൾ എടുക്കുക. പിന്നെ ഇതൊരു സോഷ്യൽ മീഡിയയാണ്. ചിലപ്പോൾ നമ്മൾ ഓരോ വീഡിയോകളും കാര്യങ്ങളും നമ്മൾ പലതും പറയും, നമ്മൾ അതൊക്കെ തരണം ചെയ്ത് മുമ്പോട്ട് പോകണം കേട്ടോ. ചിലപ്പോൾ നമ്മൾ പാവമായിരിക്കാം, പക്ഷെ നമ്മൾ ചില റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന അവരോടൊന്നും വ്യക്തിപരമായ ഒരു വൈരാഗ്യമില്ല. പക്ഷെ നമ്മൾ വീഡിയോ ചെയ്ത് നമ്മൾ അഭിപ്രായങ്ങൾ തുറന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മളെ ചിലർ കൊള്ളത്തില്ല അല്ലെങ്കിൽ നമ്മളെ വേറെ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളത് ശ്രദ്ധിക്കേണ്ടെന്നേ. നെഗറ്റീവിൻ്റെ വഴിവ് നമ്മൾ നെഗറ്റീവ് ഓർത്ത് സങ്കടപ്പെട്ടിരിക്കാൻ നിന്നാൽ നമ്മളെ ചാനൽ ഇങ്ങും എത്തൂല. അപ്പോൾ ചോദിക്കും 1 ലക്ഷം സബ്ബായോ കിളി നീ ഇത്രയും പറയാനൊന്നും ഇല്ല. പക്ഷേ 7K കഴിഞ്ഞു നമുക്ക് ആദ്യത്തെ പേയ്മെൻറ്റ് കിട്ടി. അത് ഒരുപാട് സന്തോഷമാണ് കേട്ടോ. ലക്ഷങ്ങളെ കാട്ടി വില മതിക്കുവാണ് ഞാനിപ്പോൾ. അപ്പോൾ എന്താ പറയുക എല്ലാവരോടും പറയുകയാണ്, ഇത്രയും കാര്യങ്ങളൊക്കെ പറയാനാണ് വന്നത്. അപ്പം തുടർന്നും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇനി എല്ലാ മാസവും ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടൊക്കെ തന്ന് ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഉയരങ്ങളിലെത്താൻ ദൈവം അനുഗ്രഹിക്കട്ടെ. അതിനോടൊപ്പം ഓരോ മനുഷ്യരും ഞങ്ങളെ ചേർത്ത് നിർത്തി സ്നേഹത്തോടെ ഇതാക്കുക. അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ. അപ്പോൾ ഞാൻ ഇത് പറയാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ടാറ്റ. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ.